സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് ഏറ്റവും വലിയൊരു അറിയിപ്പാണ് ഈ സമയത്ത് വരുന്നത്. നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കുടിശ്ശിക 3 ഗഡുക്കളാണ് ലഭിക്കാനുള്ളത്. 1600 രൂപ വീതം 3 ഗഡുക്കൾ എന്ന് പറയുമ്പോൾ 4800 രൂപയോളം വരും. ഇതിൻ്റെ വിതരണത്തെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പ് വരുന്നുണ്ട്. അത് ഏത് രീതിയിലാണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. നമുക്ക് ലഭിക്കേണ്ട ക്ഷേമനിധി ബോർഡ് പെൻഷൻ കുടിശ്ശിക, സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക ഇതെല്ലാം ലഭിക്കുന്നത് ഈ രീതിയിലായിരിക്കും. ഇത് ലഭിക്കുന്ന 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. സംസ്ഥാനത്തെ ഈ ഒരു പെൻഷന്റെ കുടിശ്ശിക വിതരണം ചെയ്യുന്നത് ഈ 2025-26 സാമ്പത്തിക വർഷത്തിലാണ് എന്ന് സർക്കാർ അറിയിച്ചിരുന്നു. ഏപ്രിൽ മാസം മുതൽ സാമ്പത്തിക വർഷം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ 3 ഗഡുക്കളും ഒരുമിച്ച് നമുക്ക് ലഭിക്കുന്ന രീതിയിലല്ല ക്രമീകരണം ചെയ്യുന്നത്. അത് ഓരോ മാസങ്ങളിൽ, അതും സർക്കാരിന് തീരുമാനിക്കുന്ന മാസങ്ങളിലായിരിക്കും ഇത് കൃത്യമായിട്ട് ലഭിക്കുക. അത് ചിലപ്പോൾ വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ചാവാം, അല്ലെങ്കിൽ സർക്കാരിന് കൂടുതൽ വായ്പാ തുക ലഭിക്കുന്ന മുറയ്ക്കാവാം. അപ്പോൾ ആ രീതിയിലെല്ലാം നമുക്ക് വിതരണം ചെയ്യാം. അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസം തന്നെ ഈ കുടിശ്ശിക പൂർണ്ണമായിട്ട് നൽകി തീർക്കും എന്നൊരു രീതിയിൽ അത്തരത്തിലൊരു ഉറപ്പ് സർക്കാർ നൽകിയിട്ടില്ല. അത് മാത്രമല്ല, നമുക്ക് ഈ ഏപ്രിൽ മാസം ഈസ്റ്റർ ഉണ്ട്, വിഷു ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ മുൻപുള്ള വർഷങ്ങളിലും സർക്കാർ ആനുകൂല്യ വിതരണം നേരത്തെയാക്കുകയും അതോടൊപ്പം തന്നെ കൂടുതൽ ധനസഹായങ്ങൾ, കുടിശ്ശികയുണ്ടെങ്കിൽ അങ്ങനെയുള്ള ധനസഹായങ്ങൾ ഉൾപ്പെടെ ഒരുമിച്ച് വിതരണം ചെയ്യുകയും ചെയ്തിരുന്ന ഒരു സംവിധാനമുണ്ട്. അതേ രീതി സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് കുടിശ്ശികയുള്ള ഒരു ഗഡുവും അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 മാസത്തെ തുകയോളമൊക്കെ എത്തിച്ചേരും. അതായത് 3200 രൂപയോളം വരും. അപ്പോൾ അങ്ങനെ ഒരു വിതരണത്തിന് വേണ്ടിയാണ് നിലവിൽ സർക്കാർ ആലോചിക്കുന്നത്. അതിനുള്ള സാമ്പത്തിക സഹായം, കേന്ദ്ര അനുമതിയൊക്കെ വളരെ വൈകാതെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്തരം കാര്യങ്ങൾ സർക്കാർ ആലോചിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ വായ്പാ അനുമതിയൊക്കെ നിഷേധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ നിർദ്ദേശങ്ങൾ വെക്കുകയാണെങ്കിൽ ആ വിതരണത്തിനുള്ള സമയം ചിലപ്പോൾ തടസ്സപ്പെട്ടേക്കാം. വിശേഷ ദിവസങ്ങളോടൊക്കെ അനുബന്ധിച്ച് ഈ സഹായം ലഭിക്കുമ്പോൾ അത് ഇരട്ടി സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. കുടിശ്ശിക ചേർത്ത് ലഭിക്കുമ്പോൾ ആ ഒരു സന്തോഷം കൂടുതലാവും. ഇനി അത് മാത്രമല്ല, ഈ വിശേഷ ദിവസങ്ങൾക്കൊക്കെ മുൻപ് തന്നെ ലഭിക്കുമ്പോൾ അത് എല്ലാവർക്കും തന്നെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ആ രീതി തന്നെ സർക്കാർ ആലോചിക്കുകയാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കാത്തിരിക്കുകയാണ്. ഇനി ഈ പെൻഷൻ തുകയിൽ ബാക്കി ശേഷിക്കുന്ന കുടിശ്ശിക ഇപ്പോൾ ഒരു ഗഡു വിതരണം ചെയ്താലും പിന്നീടും 2 ഗഡുകൾ ഉണ്ടാകും. അത് സർക്കാർ തീരുമാനിക്കുന്ന സമയങ്ങളിൽ, അത് കൃത്യമായിട്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യം എപ്പോഴും ഉണ്ടാകുന്നു, ആ ഒരു സമയത്ത് ആ തുക കൂടി ലഭിക്കുന്നതായിരിക്കും. ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനയാണ് ഈ സമയത്ത് വരുന്നത്. അതായത് ഒക്ടോബർ നവംബർ മാസത്തിന് മുൻപ് തന്നെ നമുക്ക് ഈ ആനുകൂല്യങ്ങളെല്ലാം നൽകി തീർക്കും. കാരണം നമ്മുടെ സംസ്ഥാനത്തെ വോട്ടവകാശമുള്ള പൗരന്മാരിൽ 25% മുകളിൽ വരുന്ന ആളുകൾ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആനുകൂല്യം മുടങ്ങിക്കഴിഞ്ഞാൽ അത് സംസ്ഥാനത്ത് വരാൻ പോകുന്ന ഇലക്ഷനെ പ്രതികൂലമായി ബാധിച്ചേക്കാം. അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ സർക്കാരിനുണ്ട്. അതുമാത്രമല്ല, മുൻപത്തെ ചില ഇലക്ഷനുകളും അതിൻ്റെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ കൃത്യമായിട്ട് ആനുകൂല്യം, അത് കുടിശ്ശിക ഉൾപ്പെടെ വീട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് സംസ്ഥാന സർക്കാർ. ഈ ഒരു ഏപ്രിൽ മാസം കൂടുതൽ ധനസഹായം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കുടിശ്ശിക ലഭിക്കാനുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് അറിഞ്ഞു വയ്ക്കുക. എല്ലാവരുടെയും ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ വിവിധ ഇൻഫർമേഷന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.